BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വി രാജേഷ് തിരുവനന്തപുരം പട്ടം മേഖലയിൽ നയിക്കുന്ന അനന്തപുരി വികസന സന്ദേശ പദയാത്രയ്ക്ക് തുടക്കമായി. തത്സമയ ദൃശ്യങ്ങൾ. SP ശ്രീനന്ദ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീനന്ദ, പദയാത്ര തുടരുകയാണ്. ഇതിപ്പോൾ VV രാജേഷ് നയിക്കുന്ന പദയാത്രയാണ്. പറയൂ. തീർച്ചയായിട്ടും കൃഷ്ണരാജ്, VV രാജേഷ് നയിക്കുന്ന പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു അനന്തപുരി വികസന പദയാത്ര നിരവധി ജനവീതികളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ വളരെ വലിയൊരു ജനപങ്കാളിത്തമാണ് ഈ ഒരു പദയാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിതാ മുട്ടള പഞ്ചായത്തിൽ നിന്നും വീണ്ടും ഇതാ ഒരു പദയാത്ര VV രാജേഷിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയിരിക്കുകയാണ്. ആ ഒരു പദയാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന VV രാജേഷ് കുറച്ചു മുൻപായി കരമന ജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മോടൊപ്പം ഇപ്പോൾ VV രാജേഷ് തന്നെ ചേരുകയാണ്. ചില നമ്മുടെ പദയാത്രയ്ക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഈ ഒരു പദയാത്രയിൽ, എന്താണ് പ്രതീക്ഷയാണ്? തിരുവനന്തപുരത്തെ ജനങ്ങളൊക്കെ തന്നെ ഈ അഴിമതിയുടെ പൂത്തരങ്ങായി മാറിയ കോർപ്പറേഷൻ ഭരണസമിതി എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ പോളിംഗ് ദിനം കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ വലിയ പിന്തുണയാണ്. അഴിമതി മുക്ത ഭരണം, മാലിന്യമുക്ത നഗരം, ഇതൊക്കെ ജനങ്ങൾ സ്വപ്നം കാണുന്നു. അതിനുവേണ്ടി ഞങ്ങൾക്കൊരു അവസരം തരും. ഈ സ്ഥാനാർത്ഥി പട്ടിക CPM പുറത്തിറക്കിയിരിക്കുന്നു. അതില് മേയർ സ്ഥാനാർത്ഥിയായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ 5 വർഷം നമ്മുടെ കോർപ്പറേഷൻ ഭരിച്ചു മുടിച്ച മേയർ ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു മേയർ ഇപ്പോൾ സ്ഥാനാർത്ഥിയാകുന്നില്ല എന്നതിനെ കുറിച്ച് എന്താണ്? അല്ല, CPM മറുപടി പറയേണ്ടതാണ്. കാരണം 5 വർഷം തിരുവനന്തപുരത്ത് മേയർ സ്ഥാനം കൈയാളിയ CPM പ്രവർത്തകയെ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാനുള്ള ധൈര്യമില്ല, അവരെ പുറത്തുപോലും ഇറക്കുന്നില്ല എന്നുള്ളതിന്റെ ഉത്തരം പറയേണ്ടത് CPM നേതൃത്വമാണ്. കാരണം അവർ കഴിഞ്ഞ 5 വർഷം കാട്ടിക്കൂട്ടിയ അഴിമതിയും അവരുടെ ധാർഷ്ട്യവും ഒക്കെ ജനങ്ങളെ അങ്ങറ്റം തന്നെ CPM-ൽ നിന്ന് അകറ്റിയിരിക്കുകയാണ്. ആ 5 വർഷം ആര്യരാജ്യത്തിനെ നിയന്ത്രിക്കുവാനോ അവരെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റുവാനോ CPM ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. അതിന്റെ പ്രതിഫലനം ആ വലിയൊരു ജനവികാരം CPM-നെതിരെ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ആര്യാരാജ്യത്തിന് വ്യക്തിപരമായി നടത്തിയ അഴിമതിയല്ല, ആര്യാരാജ്യത്തിന്റെ ഉൾപ്പെടെ CPM നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ മുഴുവനും കൊള്ളയടിച്ചത്. BJP നേതാക്കൾ നിരവധി മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. അപ്പൊ ഈ വികസിത പദയാത്ര, ഇതിനൊക്കെ ജനങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തം ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ ഈ പങ്കാളിത്തം തന്നെ ആ തിരഞ്ഞെടുപ്പിലും റിഫ്ലക്ട് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ ജനങ്ങൾ ഓരോ ദിവസവും ഓരോ പദയാത്രയ്ക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. മാത്രമല്ല ജനങ്ങളിൽ നിന്ന് വളരെ വലിയ പ്രതികരണമാണ് കിട്ടുന്നത്. അതൊക്കെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ഭരണമാറ്റം അവർ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു തെളിവാണ്. അപ്പോൾ VV രാജേഷും മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ആ മണ്ഡലം പിടിച്ചെടുക്കുമെന്നുള്ളൊരു ഉറപ്പോടുകൂടി തന്നെയല്ലേ ഈ ഒരു പട്ടികയിൽ പേര് ചേർക്കപ്പെട്ടത്? തീർച്ചയായിട്ടും ആ വാർഡ് ജയിക്കും. അതോടൊപ്പം തന്നെ ഉള്ള ഒരു 70-75 വാർഡുകളിലാണ് ഞങ്ങൾ വിജയപ്രതീക്ഷ വെച്ച് മത്സരിക്കുന്നത്. എന്തായാലും ഈ പദയാത്ര ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേരാണ് ഈ പദയാത്രയിൽ പങ്കാളികളായിരിക്കുന്നത്. മുതിർന്നവരും കുട്ടികളും അടക്കം ഒരുപാട് പേർ ഈ പദയാത്രയിൽ ഇപ്പോൾ ഉണ്ട്. ഒരു അമ്മയുണ്ട്. അമ്മ, എങ്ങനെയുണ്ട് നമ്മുടെ പദയാത്ര? നമ്മൾ ജയിക്കോ? ജയിക്കും. അപ്പൊ എന്താ ഇനി നമ്മുടെ കോർപ്പറേഷൻ ഭരണം ആര്യരാജ്യത്തിന് കുറെ വർഷമായിട്ട് എടുത്തു. അപ്പൊ കോർപ്പറേഷൻ മാറും. BJP വരുമോ? BJP വരണം. എന്നാ മാറ്റം സംഭവിക്കുമെന്ന് ഉറപ്പാണോ? എന്തായാലും മാറ്റം സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ തന്നെയാണ് ജനങ്ങൾ ഈ ഒരു പദയാത്രയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വൻ ജനാവലിയോട് കൂടിയാണ് ഈ ഒരു പദയാത്ര ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഗോകുലുണ്ട്. ഗോകുൽ, എങ്ങനെയുണ്ട് നമ്മുടെ പദയാത്ര? ഇത് റോഡിലൂടെ വെറുതെ കടന്നു പോകുന്ന ഒരു പദയാത്രയല്ല. BJP തിരുവനന്തപുരം നഗരസഭയിൽ ഈ പദയാത്ര നടത്തുന്നത് ജനഹൃദയങ്ങളിലൂടെയാണ്. ആ പദയാത്ര വികസനം പറഞ്ഞുകൊണ്ടാണ്, ആ പദയാത്ര മുന്നേറ്റം പറഞ്ഞുകൊണ്ടാണ്, വിജയം പറഞ്ഞുകൊണ്ടാണ്. സുനിശ്ചിതമായ വിജയത്തിന്റെ ഒരു നാന്ദി കുറിക്കലും ഒരു ആഘോഷവുമാണ് ഈ പദയാത്ര. അത് ജനങ്ങൾ ഏറ്റെടുക്കും. ജനങ്ങൾക്ക് ആത്മവിശ്വാസം കൊടുക്കുക, ജനങ്ങളുടെ വികസനം പറയുക, ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമാണ്. ഇടതുപക്ഷത്തിൽ നിന്ന് നമ്മുടെ BJP-യിലേക്ക് എത്തിയൊരു വ്യക്തിയാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭരണത്തെക്കുറിച്ച് കൂടുതലായി നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് ഇടതുപക്ഷ ഭരണത്തിൽ നിന്ന് BJP-യുടെ ഭരണത്തിലേക്ക് എത്തിയപ്പോൾ മാറ്റം എന്തൊക്കെയാണ് തോന്നിയത്? മാറ്റമുണ്ട് എന്ന് തന്നെയാണ് പ്രധാന മാറ്റം. അവിടെ മാറ്റങ്ങളില്ലല്ലോ. അവിടെ പാർട്ടിക്കാർക്ക് പിൻവാതിലൂടെ നിയമനങ്ങൾ കിട്ടും. അവിടെ പാർട്ടിക്കാർക്ക് അഴിമതി നടത്താനുള്ള, ഇല്ലാത്ത പൊങ്കാലയുടെ പേരിൽ അഴിമതി നടത്താനുള്ള അവസരം കിട്ടും. BJP-യിൽ ഇതൊന്നും കിട്ടില്ല. ഇവിടെ അഴിമതിയില്ല, ഇവിടെ സ്വജനപക്ഷപാതമില്ല. ഈ BJP വിഭാവനം ചെയ്യുന്ന ജനകീയ മുന്നേറ്റത്തിൽ അധികാര കേന്ദ്രങ്ങളിൽ ഒരിടത്തും നമുക്ക് അഴിമതി കാണാൻ വേണ്ടി കഴിയില്ല എന്ന് തന്നെയാണ്
ബിജെപിയുടെ പ്രത്യേകത. അതുകൊണ്ട് വികസിത അനന്തപുരി എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ബിജെപി തിരുവനന്തപുരം നഗരസഭയിൽ നടത്തുന്ന ഈ മുന്നേറ്റം അത് ജനങ്ങൾ ഏറ്റെടുത്ത് വികസിത അനന്തപുരിക്കായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ വിഭാവനം ചെയ്യുന്ന ബിജെപിയുടെ വികസിത അനന്തപുരിക്കായി വോട്ട് ചെയ്യും എന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങളുള്ളത്. കോർപ്പറേഷൻ ഭരണം ബിജെപിയുടെ പക്കൽ എത്തുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ് ഉള്ളത്. ഈ പ്രതീക്ഷ ഞങ്ങൾ ബിജെപിക്കാരുടെ പ്രതീക്ഷയല്ല, ഇതൊരു തീരുമാനമാണ്. ആ തീരുമാനം ജനങ്ങൾ എടുത്തു കഴിഞ്ഞു. ബിജെപിക്ക് വോട്ട് ചെയ്യുക എന്നുള്ള തീരുമാനം ജനങ്ങൾ എടുത്തു കഴിഞ്ഞു. ആ തീരുമാനം അവർ അവരുടെ സമ്മതിദാന അവകാശമായി വിനിയോഗിക്കുകയും. എന്തായാലും തീർച്ചയായിട്ടും ഗോകുൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പദയാത്രയിൽ എല്ലാവരും ആ ഒരു പ്രതീക്ഷയിലാണ്. സ്വജനപക്ഷപാതത്തിന്റെ ഒരു കെടുകാര്യസ്ഥതയൊക്കെ തന്നെ നമ്മുടെ LDF ഭരണം കാഴ്ചവെച്ചതാണ്. ആ ഭരണത്തിൽ നിന്നൊക്കെയുള്ള ഒരു മാറ്റം ഈ ഒരു പദയാത്രയിലൂടെ അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു തിരഞ്ഞെടുപ്പിലൂടെ നമുക്ക് കിട്ടാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് BJP പ്രവർത്തകർ എല്ലാവരും തന്നെ പറയുന്നത്. പദയാത്ര ഇപ്പോൾ ഇതാ മുട്ടടയിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. പദയാത്രയ്ക്ക് വൻ ജനപങ്കാളിത്തമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നിരവധി പേരാണ് ഈ ഒരു പദയാത്രയിൽ പങ്കെടുക്കുന്നത്. അമ്മമാരും കുട്ടികളും അടക്കം നിരവധി പേർ. നേരത്തെ ഒരു അമ്മ നമ്മോട് പ്രതികരിച്ചിരുന്നു, എന്തായാലും ഈ ഒരു BJP ഭരണം വരണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഭരണം ഇവിടെ BJP കാഴ്ചവെക്കും. ഇവിടെ നടക്കുന്ന എല്ലാ കൊടും കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ പിൻവാതിൽ നിയമനം അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വലിയൊരു മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് എല്ലാ ജനങ്ങളും പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ചുള്ളൊരു മുന്നേറ്റമാണ് ഈ ഒരു മുന്നൊരുക്കം കൂടിയാണ് ഈ ഒരു പദയാത്രയിലൂടെ BJP ലക്ഷ്യമിടുന്നത്. എന്തായാലും VV രാജേഷ് പദയാത്രയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട്. മറ്റെല്ലാവരും തന്നെ ഈ ഒരു പദയാത്രയിൽ പങ്കാളികളാകുന്നു. അമ്മമാരും വിദ്യാർത്ഥികളും അടക്കം നിരവധി പേരാണ് ഈ ഒരു പദയാത്ര ഇപ്പോൾ അണിനിരക്കുന്നത്. കൃഷ്ണരാജ്. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് VV രാജേഷ് തിരുവനന്തപുരം പട്ടം മേഖലയിൽ നയിക്കുന്ന പദയാത്ര, അതായത് അനന്തപുരി വികസന സന്ദേശ പദയാത്ര തുടങ്ങിക്കഴിഞ്ഞു. തത്സമയ വിവരങ്ങൾ VV രാജേഷിൻ്റെ പ്രതീക്ഷകൾ ഒക്കെയാണ് ശ്രീനന്ദയ്ക്കൊപ്പം നമ്മൾ കണ്ടത്.